പിന്നെ നീ മിക്കുള്ള വീഡിയോയിലും നീ പറയുന്നുണ്ട് ഞാൻ ഫ്രോഡാണെന്ന്. പല ആൾക്കാരും കമന്റ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ചെന്നിട്ട് നീ പറയുന്നുണ്ട് ഞാൻ ഫ്രോഡാണെന്ന്. നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിളിക്കാത്ത കല്യാണത്തിന് അങ്ങനെ പോയി പോകുന്നവനാണെന്ന് പറഞ്ഞെങ്കിൽ നീ സ്വന്തമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പോയി ഈ റിയാക്ട് ചെയ്യടാ. വീഡിയോ വിളിച്ചിട്ട് അല്ലെങ്കിൽ കോള് വിളിച്ചിട്ട് സംസാരിക്കുക. നീ എന്തിനാ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നടന്ന് സംസാരിക്കുന്നത്? അപ്പോൾ പ്രതികരിക്കും. അപ്പോൾ കേൾക്കാൻ ശേഷിയുണ്ടെന്ന് നീ കേട്ടാൽ മതിടാ. സോളമന് എന്തോ മുട്ടടിക്കാൻ കിട്ടുക കൊടുത്താൽ മുട്ടടിക്കുമെന്ന് നീ ചോദിക്കുന്നുണ്ടല്ലോ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ എനിക്ക് അറിയാം. നിന്റെ ഉദ്ദേശം നീ അറിഞ്ഞല്ലോ. സോളമൻ അന്ന് പറഞ്ഞ കാര്യമായിട്ട് നീ എൻ്റെ വീഡിയോ ആദ്യം പോയി കാണടാ. നീ എൻ്റെ വീഡിയോ ആദ്യം പോയി കാണുക. എന്നിട്ട് ഇവിടെ വന്നിരുന്ന റെസ്പെക്റ്റ് തീർന്നിക്കണം. അത്രമാത്രം മോശമായിട്ടാണ് നിന്റെ വായിന് നീ എന്നെപ്പറ്റി പറഞ്ഞത്. അതൊക്കെ നീ ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി കേട്ടോ. കമന്റിന്റെ താഴെ മൊത്തം പോയിട്ട് ഞാൻ ഫ്രോഡ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റിന്റെ അടിയിൽ മൊത്തം ഞാൻ ഫ്രോഡാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാടാ നീ പറയുന്നത് ഞാൻ ഫ്രോഡാണെന്ന്? നിനക്ക് എന്നെ അറിയാം. ഒരു ബോഡി ബിൽഡർ സ്റ്റേജിൽ കയറിയെന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മെഡിസിൻ ചെയ്ത് ബോഡി പെർഫെക്റ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ടോ ഒരിക്കലും ഒരു ട്രെയിനർ ആകില്ല. ജാസവേ, ഞാൻ പറയുമ്പം നിനക്ക് വിശ്വാസം വരത്തില്ല. നിനക്കെന്നല്ല, നിന്റെ ജിമ്മിൽ വർക്ക് ചെയ്യുന്ന നീ ബലമായിട്ട് പിടിച്ച് കമന്റ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ. കയ്യിലൊരു ട്രോഫി അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു ട്രെയിനർ ആവത്തില്ല. നീ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ അത് വെച്ചത്. ജിപ്സ് ആണ് ആ പറഞ്ഞത്, മനസ്സിലായോ? ആ പറഞ്ഞതുപോലെ എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട്, മനസ്സിലായോ? അപ്പം നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത്. നീ ലാസ്റ്റ് വീഡിയോയിൽ നീ എന്നെ ഇപ്പോൾ ഇടുന്നതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് നീ ഒരുപാട് വേർഡ്സുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. വളരെ മോശമായിട്ട് നിന്റെ ഫ്രസ്ട്രേഷൻ നീ എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ തുറന്ന് കാട്ടിയതിൻ്റെ ദേഷ്യം നീ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിന് മുമ്പ് വരെ ഞാൻ നിന്നെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. ആ വീഡിയോ ഞാൻ ക്ഷമിച്ചു. ഞാൻ റിപ്ലൈ തരുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ്. വീണ്ടും നീ ഒരു വീഡിയോ ഇട്ടു, കഴിഞ്ഞ ദിവസം പുതിയൊരു വീഡിയോ ഇട്ടു. അതിനകത്തും എന്നെ വളരെ മോശമായിട്ട് നീ എന്നെ ഒരുപാട് വേർഡ്സുകൾ ഉപയോഗിച്ച് എന്നെ വളരെ മോശമായിട്ട് നിൻ്റെ വായിന്നൊക്കെ എന്നെ വിളിക്കുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പം തിരിച്ച് വിളിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, സൊസൈറ്റിയാണ്. എന്നെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയല്ല. പബ്ലിക്കിൽ സംസാരിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. നീ എന്താണെന്ന്, നീ ഒരു ഫേക്കാണെന്ന്, നീ നമ്പർ 1 ഉടായിപ്പാണെന്ന് നീ ഇതിലൂടെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞു. നീ എന്താണെന്ന്, നീ ഒരു വ്യക്തി എന്താണെന്ന്. ആദ്യം കുറേ നന്മ മരം, കുറേ മറിച്ച മരം എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ കമന്റ് ഇട്ടല്ലോ. അവർ കാണാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ റിയൽ ക്യാരക്ടർ, റിയൽ ഫേസ് ആണ് ഇപ്പം മുമ്പിൽ വന്നുകൊണ്ടിരുന്നത്. നീ അന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു നീ ചീത്ത വിളിക്കത്തില്ല, അത് വിളിക്കത്തില്ല. എന്തിന്? നീ ഇപ്പോൾ അതൊക്കെ ഓൾറെഡി നീ ചെയ്തു കഴിഞ്ഞു. നീ എന്താണെന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ എനിക്ക് പറ്റി. ഓക്കെ, അതൊരു സൈഡ്. നീ എന്നൊരു ഉടായ്പിനെ, നമ്പർ 1 ഉടായ്പിനെ ജനങ്ങളെ മുമ്പിൽ തുറന്ന് കാട്ടിയതിൻ്റെ ഫ്രസ്ട്രേഷനാണ് നിനക്ക്, തുറന്ന് കാട്ടിയതിൻ്റെ ദേഷ്യമാണ് നീ എന്നോട് തീർക്കുന്നത്. ഇപ്പം നിൻ്റെ റിയൽ ക്യാരക്ടർ ഔട്ടായി. നീ 2 മാസം കൊണ്ട് സൽമാനെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. അപ്പം നീ കഴിഞ്ഞ വീഡിയോയിലൊക്കെ വന്നിരുന്ന് പറയുന്നുണ്ട് എനിക്കിപ്പം നീ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ എന്നെ അത്രയും മോശമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് റിപ്ലൈ തരുന്നത്. ഇത് റിയാക്ഷൻ വീഡിയോ അല്ല, പക്ഷേ ഇനി നിനക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നില്ലെന്ന് കരുതിയത് ചെയ്യത്തുമില്ല. ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി നീ ഇതുപോലുള്ള ഇതെടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാലും നിന്നെ കുത്തിയിരുന്ന് ഞാൻ റിയാക്ഷൻ ചെയ്യും കേട്ടോ യാത്ര. നിനക്ക് മറുപടി തരാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഞാൻ റിയാക്ട് ചെയ്ത് കളയും. കാരണം നിനക്ക് ആശയപരമായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് നീ വീഡിയോ ഇട്ടിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യാത്തത്. കാരണം നിനക്ക് ആശയപരമായിട്ട് ഒരു കാര്യവും നിനക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ പോലും അറിയത്തില്ല. അത്രയ്ക്കും ഇതാണ് നിനക്ക് സംസാരിക്കാൻ അറിയാത്തതുകൊണ്ടാണ് നീ വന്നിട്ട് ഒരുമാതിരി ഈ രീതിയിലുള്ള സംസാരങ്ങൾ ആൾക്കാരെ ഇടയ്ക്ക് തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് വായി വരുന്ന പറയിപ്പിക്കുക. അതാണ് നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? നീ സത്യം പറഞ്ഞാൽ നീ ഒരു നല്ലൊരു ഹ്യൂമനല്ല. നിന്നെ നല്ലൊരു ഹ്യൂമൻ എന്ന് പറഞ്ഞ ആൾക്കാർ തിരുത്താൻ വേണ്ടിയിട്ട് അവരെ മുമ്പിൽ നീ എന്താണെന്ന് വലിച്ചു കീറി കാണിക്കാൻ എനിക്ക് സാധിച്ചു. അതാണ് ഇപ്പം കഴിഞ്ഞ 2 വീഡിയോയിലൂടെ നിന്റെ റിയൽ ക്യാരക്ടർ വെളി വന്നുകൊണ്ടിരിക്കുന്നത്. 2 മാസം സൽമാൻ നിങ്ങൾ തമ്മിൽ അരുണുമായി നീയും ചെയ്ത വീഡിയോയിൽ 2 മാസത്തെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്ത് കാണിക്കുമെന്ന് പറഞ്ഞ് അവിടെ ഞാൻ റിയാക്ട് ചെയ്തു.
ഞാൻ ഒരു പബ്ലിക് ഒരു വീഡിയോ കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്തു കമൻറ്റ് ഞാൻ വീഡിയോ ഇട്ട് ഞാൻ റിയാക്ട് ചെയ്തു. പല ആൾക്കാരും പല രീതിയിൽ റിയാക്ട് ചെയ്യും, കമൻറ്റ് ഇട്ട് റിയാക്ട് ചെയ്യും, വിളിച്ച് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്യും. ഞാൻ വീഡിയോ ഇട്ട് റിയാക്ട് ചെയ്തു. 2 മാസം കൊണ്ട് നാച്ചുറലായിട്ട് ഒരാൾക്ക് പോലും ബോഡി സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഏത് കുഞ്ഞിന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നീ അവിടെ ജനങ്ങളെ കബളിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് ഡംബലിൻ്റെ കേസ് കെട്ടിൽ നീ കബളിപ്പിച്ചു. ഇതെല്ലാം ഞാൻ തുറന്നു കാട്ടി. അതിൻ്റെ ഫ്രസ്ട്രേഷൻ, അതിൻ്റെ ദേഷ്യം നിനക്ക് ഉണ്ടെന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പം നീ പറയും വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വന്നെന്ന്. വിളിക്കാത്ത കല്യാണത്തിനോ? നീ വിളിച്ചിട്ടാണോ അവിടെ അരുണിനെ പോയി റിയാക്ട് ചെയ്തത്? മരവാഴ, നീ വിളിച്ചിട്ടാണോ അരുണിനെ ചൊറിഞ്ഞ് ഇത്രയും ദിവസം നീ ചൊറിഞ്ഞുകൊണ്ടിരുന്നത്? നിനക്ക് വിളിക്കാത്ത കല്യാണം, നീ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ വിളിക്കാത്ത കല്യാണത്തിനാണോ? അങ്ങനെയാണെങ്കിൽ നിനക്കും അവനും IMOയിലോ വാട്സാപ്പിലോ പോയി സ്വന്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലായിട്ട് വീഡിയോ കോൾ ചെയ്ത് അങ്ങോട്ട് റിയാക്ട് ചെയ്താൽ പോരാ. പബ്ലിക്കിൽ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. പബ്ലിക്കിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് ചോദിക്കും. എന്നെപ്പോലെ പല ആൾക്കാർ റിയാക്ട് ചെയ്യും, ചോദിക്കും, കമൻറ്റ് ഇട്ട് ചോദിക്കും, വീഡിയോ ഇട്ട് ചോദിക്കും. അതൊക്കെ സഹിക്കാനുള്ള ഇതുണ്ടെങ്കിൽ മാത്രമേ വന്നിരുന്നു ഇങ്ങനെയുള്ള പരിപാടി ചെയ്യാം. അല്ലാതെ വന്ന് പിച്ചി മാന്തി നുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് വരാതിരിക്കുക. ലോക മരവാഴയായി പോലുള്ള നീ, ലോക മരവാഴ, മരപ്പാഴെന്ന് വേണമെങ്കിൽ പറയാം. നീ അത്രയും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ തിരിച്ചു പറയാൻ അറിയാത്തതുകൊണ്ടല്ല, കാരണം ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. ജനങ്ങളെ വീണ്ടും നീ ഫൂളാക്കി. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെയൊക്കെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആളെ ബിഗ് ഫൂളാക്കിയ ലേറ്റസ്റ്റ് ആയിട്ട് നീ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്, സൽമാൻ്റെ ട്രാൻസ്ഫോർമേഷൻ കാണിച്ചുള്ളൊരു വീഡിയോ. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നീ ജനങ്ങളെ പറ്റിച്ച് ഏറ്റവും വലിയ അടുത്ത ഉടായിപ്പ്. നീ സൽമാനുമായിട്ടുള്ള ചലഞ്ച് വയ്ക്കുന്ന സമയത്ത് സൽമാൻ്റെ ബോഡി അവിടെ കാണിക്കുന്നുണ്ട്. നീ ഇപ്പോഴത്തെ വീഡിയോയിൽ സൽമാൻ്റെ ബോഡി കാണിക്കുന്നുണ്ട്. ആ ബോഡിയും ഈ ബോഡിയും കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. ജനങ്ങൾ പറയട്ടെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന്. എന്നിട്ട് നീ ഫസ്റ്റ് ഇപ്പം ഷോർട്സ് വീഡിയോയ്ക്കകത്ത് ഫസ്റ്റ് ഒരു ഫോട്ടോ കൊടുക്കുന്നുണ്ട്, സൽമാൻ്റെ ഏതോ കാലത്തുള്ളൊരു ഫോട്ടോ. അവൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവൻ എടുത്തിട്ടുള്ളൊരു ഫോട്ടോ അവൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ട് ബാക്കി നീ കുറച്ച് വർക്കൗട്ടുകൾ കൂടെ നിന്ന് വീഡിയോ എടുത്ത് എല്ലാം കൂടെ ചെയ്തിട്ട് ലാസ്റ്റ് അവൻ്റെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പമ്പാക്കി നിൽക്കുന്നൊരു മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു ഷോർട്സ് വീഡിയോ ഇട്ടു. ഞാൻ ഇവിടെ ഫോട്ടോ വയ്ക്കുന്നുണ്ട്. അന്ന് സൽമാനുമായിട്ട് ചലഞ്ച് ചെയ്യുന്ന സമയത്ത് വെക്കുന്ന ഫോട്ടോയും ഈ ഫോട്ടോയും തമ്മിൽ എന്ത് വ്യത്യാസമാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. അവൻ കഷ്ടപ്പെട്ട് അവൻ ഹാർഡ് വർക്ക് ചെയ്ത് അവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത റിസൾട്ടിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ നാണമില്ലൂടാ നിനക്ക്? അതിലൊരു ചേഞ്ചസും ഇല്ല. ചേഞ്ചസ് ആക്കി കാണിച്ചിട്ട് ക്രെഡിറ്റ് എടുക്കടാ. അല്ലാതെ അവൻ്റെ പഴയ ഒരു ഫോട്ടോ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി എല്ലാവരും ആ സമയത്ത് ഫോട്ടോ എടുത്ത് വയ്ക്കും. ജിമ്മ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ ഇടാനും ഫോട്ടോ ഇടാനും അന്നുള്ള ഫോട്ടോ എടുത്ത് വെച്ചിട്ട് നീ അതിൻ്റെ ക്രെഡിറ്റ് മേടിക്കാൻ നാണമില്ല നിനക്ക്? നീ അവിടെയും ജനങ്ങളെ പൊട്ടന്മാരാക്കി. ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. അന്ന് അവൻ ചലഞ്ച് പറയുന്ന സമയത്ത് ബോഡിയും ഈ ബോഡിയും തമ്മിൽ എന്താണ് വ്യത്യാസം? സെയിം ബോഡിയാണ്. അത് അവൻ സൽമാൻ എന്ന പയ്യൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയ ബോഡിയാണ് ഇവൻ ഇപ്പം വന്ന് ക്രെഡിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ജനങ്ങളെ പറ്റിച്ചു. ഇവിടെയും ജനങ്ങളെ പറ്റിച്ചു. നോർമലി നിന്ന് കാണിക്കടാ. നോർമലി അല്ലെങ്കിൽ അവിടെ നിന്നിട്ട് സൽമാനെ നിന്നിട്ട് നോർമലി പമ്പാക്കി അല്ലെങ്കിൽ മസിൽ പിടിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാതെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പമ്പാക്കി നിൽക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ബോഡി പിടിക്കുന്ന പോസിൽ. അങ്ങനെ നിൽക്കാതെ നോർമലി എടുത്ത് കാണിക്കടാ. നീ എഡിറ്റ് ചെയ്ത് കാണിക്കാതെ നോർമലി. നീ എന്നെ പറഞ്ഞല്ലോ ഞാൻ കുറെ അവിടെ ഇവിടെ ഇരുട്ടത്തൊക്കെ പോയി എടുക്കും. നീ നോർമലി എടുത്ത് കാണിക്കടാ, വീഡിയോ എടുത്ത് കാണിക്കടാ സൽമാൻ്റെ ഫോട്ടോ. എന്നിട്ട് നീ അന്ന് ചലഞ്ച് ചെയ്യുന്ന സമയത്തുള്ള ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ജനങ്ങൾ കാണട്ടെ, ജനങ്ങൾ കണ്ട് മനസ്സിലാക്കണം. നീ ഇപ്പോഴും അവരെ പൊട്ടന്മാരാക്കിക്കൊണ്ടിരിക്കുക. റീച്ചിന് വേണ്ടിയിട്ട് ഇല്ല. അരുണ് പറഞ്ഞ പോലെ ഏതറ്റം വരെയും പോകുന്നതാണ് നീ. ഞാൻ പറഞ്ഞല്ലോ അരുണുമായിട്ട് ഞാൻ പല റിയാക്ഷൻ വീഡിയോസും ഞാൻ ചെയ്തിട്ടുണ്ട്. അവനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തു. ഡൈനാമോളിൻ്റെ കേസ് വന്നപ്പോൾ ഞാൻ റിയാക്ട് ചെയ്തു. അങ്ങനെ പല കാര്യങ്ങളിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അവൻ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിന്റെ ജിമ്മിൽ വരുന്ന പല ആൾക്കാരെയും കൊണ്ട് തിരിച്ച് കമൻ്റ് ഇടിപ്പിച്ചു. ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അവൻ്റെ ഫോളോവേഴ്സിന് എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫോളോവേഴ്സ് കൂടുതലുള്ള ആളെ താങ്ങിക്കുന്നൊന്നും അങ്ങനെയൊന്നുമല്ല. എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവാന്നേ ഉള്ളൂ. അവൻ മിസ്റ്റേക്ക് ചെയ്ത് തെറ്റ് പറഞ്ഞെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവൻ നല്ലത് പറഞ്ഞതിനെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. നീ എന്തുകൊണ്ട് പറഞ്ഞില്ലടാ? ഡൈനാബോളിൻ്റെ കേസ് സപ്ലിമെൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? നീ വലിയ സംഭവം എന്ന് പറയുന്നുണ്ടല്ലോ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓക്കെ, അരുണിൻ്റെ കേസ് ആയിട്ട് ഞാൻ ഇപ്പം അത് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട അടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അല്ലാത്ത ഇതെടുത്ത് റിയാക്റ്റും ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ അരുണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അരുണിനെ റിയാക്ട് ചെയ്യത്തില്ലെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അരുണിനെ റിയാക്ട് ചെയ്തില്ല. ഇനി അരുണിനെ റിയാക്ട് ചെയ്തില്ല. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും അരുണിന് എൻ്റെ റിയാക്ഷൻ കൂടിയിട്ട് എന്തെങ്കിലും ഹെർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് സോറിയും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി അരുണിനെ ഒരു ഇതിലും ഒരു വീഡിയോയുടെ പേരിലും അരുൺ ഇനി നല്ലതിട്ടാലും ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഇട്ടാലും ഞാൻ അവൻ്റെ വീഡിയോ റിയാക്ട് ചെയ്യാൻ പോകത്തില്ല, സ്റ്റോപ്പ് ചെയ്തു. നിൻ്റെ വീഡിയോയ്ക്ക് ഞാൻ റിപ്ലൈ ചെയ്യത്തില്ല, റിയാക്ട് ചെയ്ത്. ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ്, ഇതെൻ്റെ ലാസ്റ്റ് വീഡിയോ. കാരണം നീ വെറും അരുണ് പറയുന്ന പോലെ വെറും ഏതറ്റം വരെയും മാറിയ രീതിയിലാണ് നീ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റീച്ചിന് വേണ്ടിയിട്ട്. എടാ ആശയപരമായിട്ട് റിയാക്ട് ചെയ്യടാ, കഴുതേ വാഴ ആശയപരമായിട്ട് റിയാക്ട് ചെയ്യും. അതാണ് അന്തസ്സടാ, അന്തസ്. അപ്പൊ നീ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ, ഒരുത്തം വന്ന് കമന്റ് ഇട്ടപ്പോഴത്തേക്ക് പ്രീഷ്യസോ വീട്ടിൽ ഇരിക്കുന്നവരെ പറയല്, അങ്ങനെ പറയല്, ഇങ്ങനെ പറയലെന്ന് പറഞ്ഞിട്ട് നീ ഉണ്ടല്ലോ, നീ ചെയ്ത വീഡിയോയിൽ എന്നെ വളരെ മോശമായിട്ട് തെറി വിളിച്ചിട്ട് പോലും തെറി വിളിച്ച വ്യക്തികളെ അടിയിൽ ചെന്നിട്ട് നല്ല രീതിയിൽ കമന്റ് ഇട്ട് അവർക്ക് ഹാർട്ടിന്റെ ചിഹ്നം ഇട്ട് കൊടുത്ത ആളാണ് നീ. മനസ്സിലായി? അതിലൂടെ മനസ്സിലാക്കാം നീ എന്താണെന്ന്. നീ ഒരു മനുഷ്യനല്ലെന്ന് അതിലൂടെ മനസ്സിലാക്കാം. അതൊക്കെ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനൊരു പയ്യനെ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ, നീ ആ വീഡിയോ ബുക്ക് എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോയല്ലോ. എടാ അവിടെ മിസ്റ്റർ ഇന്ത്യ അടിച്ചിട്ടുള്ള ആൾക്കാർ വരെ, അനീഷ് അങ്ങനെ ഒരുപാട് ആൾക്കാർ വരെ നിന്നെ അതിനെ എതിരെ കമന്റ് ചെയ്തില്ലടാ. നീ അത് ഒരു ബിഗിനറായിട്ടുള്ള ഒരു പയ്യൻ ചെയ്യുന്ന വർക്കൗട്ടിനെ പറ്റി നീ കുറ്റം പറഞ്ഞതിനെ അതിന് എത്ര ആൾക്കാർ കമന്റ് ചെയ്തടാ. ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബ് റിയൽ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ കാണുന്ന കമന്റ് ഇൻസ്റ്റഗ്രാമിൽ പോയി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻസ്റ്റഗ്രാമിലെ കമന്റുകൾ കണ്ടാൽ മനസ്സിലാവും. മിസ്റ്റർ ഇന്ത്യ അടിച്ചിട്ടുള്ള നീ കാലിക്കറ്റ് അടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു ട്രോഫിയും ഒരു മെഡലും കൊണ്ടുവന്ന് എപ്പോഴും ഇതിൻ്റെ മുമ്പിൽ കൊണ്ട് കാണിക്കും, എനിക്ക് ട്രോഫി ഉണ്ട് അതുകൊണ്ട്. എടാ ഒരു ട്രെയിനർക്ക് ചേർന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡറിന് ചേർന്ന ഒരു പണിയല്ല നീ കാണിക്കുന്നത്, അറിയാമോ? നിനക്ക് നാണമുണ്ടോടാ? ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെ പൊക്കിയെടുത്തോണ്ടൊന്ന് കാണിച്ചുകൊണ്ടിരിക്കുവാണ്. എനിക്ക് അതുകൊണ്ട് എത്ര ആൾക്കാരുണ്ടാ മിസ്റ്റർ ഇന്ത്യ അടിച്ചിട്ടുള്ള, എത്ര മിസ്റ്റർ കൊല്ലം അടിച്ചിട്ട്, മിസ്റ്റർ ട്രിവാൻഡ്രം അടിച്ചിട്ടുള്ള, എത്ര ഓട്ടം അടിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരാരും ഇതിൻ്റെ മുമ്പിൽ നിന്ന് നീ കാണിക്കുന്ന പോലെ ഷോഫ് കാണിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നിനക്കൊന്നും അറിയത്തില്ല എന്നാണ് അതിനർത്ഥം. മനസ്സിലായോ? ആ ട്രോഫി അതും കാണിച്ച് ജനങ്ങളെ പൊട്ടരാക്കുക. ഞാൻ കണ്ട വലിയ സംഭവമാണ്, ഞാൻ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്കെല്ലാം അറിയാമെന്നുള്ള രീതിയിൽ നീ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നായ്ക്ക് 40 ഓട്ടം എടുത്തുകൊണ്ടൊന്ന് കാണിക്കുന്നത്. നീ എത്ര ഓട്ടം ഇപ്പം കാണിച്ചടാ ഇവിടെ വീഡിയോയുടെ മുമ്പിൽ വന്നിട്ട്? നിനക്ക് നാണമില്ലൂടാ? അതിലൂടെ മനസ്സിലാക്കിയൂടെ നീ എന്താണെന്ന്? എനിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും അതും കാണിക്കാൻ കാണിച്ചിട്ട് വീഡിയോ ഇടാൻ പറയുന്നുണ്ടല്ലോ. ഇവിടെ ഈ കേരളത്തിലെ ആയിക്കോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, ഈ വേൾഡിലെ ആയിക്കോട്ടെ, ഒരു ഫിറ്റ്നസ് ഇൻഫ്ലുവൻസറും അവരോരോ ട്രോഫിയും മെഡലും കൊണ്ട് കാണിച്ചിട്ടല്ല ഓരോ ഫിറ്റ്നസ് ടിപ്സുകളും കാര്യങ്ങളും അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ അവരോരോ വീഡിയോ ആൾക്കാർ കാണുന്നത്. മനസ്സിലായോ? അവരുടെ വീഡിയോ ഞാനും ഒരുപാട് ആൾക്കാരെ, മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരെ വീഡിയോ ഞാൻ കാണുന്നുണ്ട്. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർമാരെ അവരാരും ഇതുപോലെ കൊണ്ട് കാണിച്ചിട്ടല്ല, എനിക്ക് അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് മുമ്പിൽ കൊണ്ട് ഞാൻ ആ കോമ്പറ്റീഷൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ചിട്ടല്ല ഓരോരുത്തരും വന്ന് വീഡിയോ ഇടുന്നത്, ആൾക്കാർ അവരെ ഫോളോ ചെയ്യുന്നതും. ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫോളോ ചെയ്യാതെ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോ കാണണമെന്ന് ഞാൻ ആർക്കും പറയുന്നില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിലൂടെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾ എന്തിനാ കാണുന്നത്? നീ കുറേ എണ്ണത്തിനെ കൊണ്ട് നിന്റെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന അമാരെ കൊണ്ട് കമന്റ് ഇടുന്നുണ്ടല്ലോ. എന്തിനാണ് അമാരത്ത് ഞാൻ പറയുവാണ്, നിങ്ങളൊക്കെ എൻ്റെ വീഡിയോ എന്തിനാ കാണുന്നത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുക. അല്ലാതെ ചുമ്മാ ജിമ്മിൻ്റെ പടി കാണാതെ അവിടെ എവിടെയും കുത്തി ഇരുന്നിട്ട്, അല്ലെങ്കിൽ യാസറിൻ്റെ ജിമ്മിൽ നിന്നിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് അവനെ താങ്ങി നിന്നിട്ട് അവിടെ നിന്ന് അവൻ പറയുന്ന രീതിയിൽ കമന്റ് ഇട്ടിട്ട് ചുമ്മാ ഇങ്ങോട്ട് വേണ്ട. നീയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ട, അല്ലാതെ കാണണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ നീ മിക്കുള്ള വീഡിയോയിലും നീ പറയുന്നുണ്ട് ഞാൻ ഫ്രോഡാണെന്ന്. പല ആൾക്കാരും കമന്റ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ അടിയിൽ ചെന്നിട്ട് നീ പറയുന്നുണ്ട് ഞാൻ ഫ്രോഡാണെന്ന്. നിന്റെ വീട്ടിൽ നിന്ന് വല്ലതും കക്കാൻ കയറിയിട്ടുണ്ടോടാ ഞാൻ? അതോ നിന്റെ കയ്യിൽ നിന്ന് വല്ലതും പൈസ പിടിച്ച് ഞാൻ മുങ്ങിയിട്ടുണ്ടോ? നീ എന്നെ ഫ്രോഡാണെന്ന്. അതാ ഞാൻ പറഞ്ഞത്, സൂക്ഷിച്ചും കണ്ടും വാക്കുകൾ ഉപയോഗിക്കണം, കേട്ടല്ലേ? നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പൈസയും മേടിച്ചിട്ടില്ല. നീ പറയുന്നുണ്ട് നിനക്ക് എന്നെ അറിയത്തില്ലെന്ന്. പിന്നെ എന്തുകൊണ്ട്, പിന്നെ എങ്ങനെ നീ എന്നെ ഫ്രോഡ് എന്ന് പറയുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ അറിയത്തില്ല. അതുകൊണ്ട് നീ എന്താന്ന് പോലും അറിയത്തില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ ഇങ്ങനെയുള്ള വാക്കുകളൊന്നും വിളിച്ചിട്ടില്ല. നീ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കമന്റിന്റെ അടിയിൽ മൊത്തം ഞാൻ ഫ്രോഡാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാടാ നീ പറയുന്നത് ഞാൻ ഫ്രോഡാണെന്ന്?
നിനക്ക് എന്നെ അറിയാമോ? നീ തന്നെ പറഞ്ഞിട്ടുള്ളൂ എനിക്കറിയത്തില്ലെന്ന്, നിനക്കറിയത്തില്ല എന്നെയെന്ന്. ഞാനും നീയും തമ്മിൽ നേരിട്ട് കണ്ടിട്ടുമില്ല. അപ്പം വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത്. ഞാൻ ആരാണെന്നോ എന്താണെന്നോ നിനക്കറിയത്തില്ല. വീഡിയോയിൽ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. അതുപോലെ നീ എന്താണെന്നും എനിക്കറിയത്തില്ല. അപ്പം അനാവശ്യമായിട്ട് അവിടെ ഇവിടെ നിന്ന് ഞാൻ ഫ്രോഡാണെന്ന് പറയരുത്. അതിലൂടെ മനസ്സിലാക്കാം നിന്റെ ക്വാളിറ്റി എന്താണെന്ന്. നീ എന്താണെന്ന് അതിലൂടെ മനസ്സിലാക്കാം. ജനങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, അതെല്ലാം ഇവിടെ വെക്കുന്നുണ്ട്. നിന്റെ കയ്യിൽ നിന്നൊന്നും 5 പൈസ ഞാൻ ഒട്ടിച്ചിട്ടില്ല. അപ്പം പറയുന്ന കാര്യങ്ങൾ ആശയപരമായിട്ട് സംസാരിക്കാൻ അറിയാമെങ്കിൽ വന്നിട്ടിരുന്ന് സംസാരിക്കടാ നീ. അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കില്ലേ. അരുണിനെ ചൊറിഞ്ഞ് കുറെ റീച്ച് ഉണ്ടാക്കിയിട്ട് നീ പറഞ്ഞല്ലോ, നീ ഇപ്പം പറയുന്നല്ലോ സോളമന് റിപ്ലൈ കൊടുത്തില്ലെന്ന്. സോളമന് എന്തോ മുട്ടിടിക്കാൻ റിപ്ലൈ കൊടുത്താൽ മുട്ടിടിക്കുമെന്ന് നീ ചോദിക്കുന്നുണ്ടല്ലോ. നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ എനിക്ക് അറിയാം. നിന്റെ ഉദ്ദേശം, നീ ആ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നല്ലതുപോലെ എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ, സോളമൻ അന്ന് പറഞ്ഞ കാര്യമായിട്ട് നീ എൻ്റെ വീഡിയോ ആദ്യം പോയി കാണടാ. നീ എൻ്റെ വീഡിയോ ആദ്യം പോയി കാണ്, എന്നിട്ട് ഇവിടെ വന്നിരുന്ന് ചിലക്കി. അന്ന് അരുൺ ആ വീഡിയോ സോളമനുമായിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഡിലീറ്റ് ചെയ്ത വീഡിയോ ഇട്ടപ്പം അതിൻ്റെ തൊട്ടുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സോളമൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരുണിൻ്റെ അമ്മയെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് സോളമൻ ഒരു സോറി പറയണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ബെർണാഡുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ അത് പറഞ്ഞു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. അത് ബെർണാഡ് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ ആദ്യം എൻ്റെ വീഡിയോ പോയി കാണും, മനസ്സിലായോ? എന്നിട്ട് ഇവിടെ ഒന്ന് ചിലക്കി. പിന്നെ എൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഇത് പറയുന്നതും കേട്ടിട്ട് നീ ബെർണാഡിനെ ചെന്ന് ചൊറിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാരുമായിട്ടെല്ലാം ഞാൻ എതിർപ്പുണ്ടാക്കിയിട്ട് അവർ എൻ്റെ മണ്ടയ്ക്ക് കയറണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് നീ ഈ വീഡിയോ ചെയ്തത്. എനിക്ക് ബെർണാഡുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല. ഇപ്പം അരുണായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമില്ല. അവൻ എന്തൊക്കെയോ തെറ്റ് പറഞ്ഞ് അതിന് റിയാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. അരുണായിട്ടുള്ള റിയാക്ട് ഞാൻ സ്റ്റോപ്പും ചെയ്തു. ഞാൻ അവനോട് എൻ്റെ വായിന് എന്തെങ്കിലും അവനിക്ക് ഹാർട്ടായിട്ട് വിഷമം അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഓൾറെഡി ഞാൻ ക്ഷമയും പറഞ്ഞിട്ടുണ്ട്. നീ ആദ്യം എൻ്റെ വീഡിയോ പോയി കാണാം. എന്നോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ 2 വീഡിയോ കണ്ടിട്ട് ആ റെസ്പെക്റ്റ് തീർന്നു. കാരണം അത്രമാത്രം മോശമായിട്ടാണ് നിൻ്റെ വായിന്ന് നീ എന്നെപ്പറ്റി പറഞ്ഞത്. അതൊക്കെ നീ ഒരു കണ്ണാടി എടുത്ത് വെച്ചിട്ട് സ്വന്തമായിട്ട് അങ്ങോട്ട് വിളിച്ചാൽ മതി കേട്ടോ. കമൻറ്റിൻ്റെ താഴെ മൊത്തം പോയിട്ട് ഞാൻ ഫ്രോഡാണെന്നൊക്കെ പറയുന്നത്. അപ്പം ബെർണാഡിൻ്റെ കേസ് ഞാൻ അന്നേ പറഞ്ഞതാണ്. ബെർണാഡുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു പ്രശ്നവുമില്ല. നീ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ഞാൻ ഇനി ബെർണാഡിനെ ചൊറിയാൻ പോയിട്ട് ഇനി അവനെ എന്നെ റിയാക്ട് ചെയ്ത് അവനെ ഇൻസ്റ്റയിലിട്ടിട്ട് ഈ ബോഡി ബിൽഡിങ് മേഖലയായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതുണ്ടാക്കാനാണ് നീ നോക്കുന്നത്. നീ ഇപ്പം മനസ്സിലായല്ലോ ഏറ്റവും വലിയ ഫ്രോഡ് ആരാണെന്ന്. നീ എന്നെ വിളിച്ചല്ലോ, ഇപ്പം മനസ്സിലായോ ഏറ്റവും വലിയ ഫ്രോഡ് ആരാണെന്ന്. എടാ നാണം ഉണ്ടോടാ നിനക്ക്? നീ അന്ന് ഞാൻ പറഞ്ഞുതരാം. അന്ന് അരുണുമായിട്ട് പ്രശ്നം നടക്കുന്ന സമയത്ത് നീ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് അരുണിൻ്റെ അച്ഛൻ്റെ നീല കണ്ണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തവനാ. എന്തുകൊണ്ട് നീ അന്ന് പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് നീ പ്രതികരിച്ചില്ല? അപ്പം വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞേറി നിനക്ക് പോവാം. വേറെ ആർക്കും കൂടെ പോകാൻ പറ്റത്തില്ല അല്ലേ? എടാ നീയും വിളിക്കാത്ത കല്യാണത്തിന് കയറി പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് തന്നെടാ നീ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വിളിക്കാത്ത കല്യാണത്തിന് അങ്ങനെ പോകുന്നവനാണെന്ന് പറയുമെങ്കിൽ നീ സ്വന്തമായിട്ട് അല്ലെങ്കിൽ പേഴ്സണലായിട്ട് പോയി റിയാക്ട് ചെയ്യടാ. വീഡിയോ വിളിച്ചിട്ട് അല്ലെങ്കിൽ കോള് വിളിച്ചിട്ട് സംസാരിക്കുക. നീ എന്തിനാ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നടന്ന് സംസാരിക്കുന്നത്? അപ്പം പ്രതികരിക്കും. അപ്പം കേൾക്കാൻ ശേഷിയുണ്ടെങ്കിൽ നീ കേട്ടാൽ മതിടാ, അല്ലെങ്കിൽ നീ കേൾക്കണ്ട. നീ സർട്ടിഫിക്കറ്റും ട്രോഫിയും ചോദിച്ചല്ലോ. എന്തായാലും നീ 2 മാസത്തെ അതിന് മുമ്പേ ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നു. ഡംബലിൻ്റെ കേസ് 2 മാസം ട്രാൻസ്ഫർമേഷൻ കറക്റ്റായിട്ട് നിനക്ക് ചെയ്ത് കാണിക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ എടുത്തിട്ട് 2 മാസം കൊണ്ട് നിനക്ക് ഇനിയും സമയം തരുക. നീ അല്ലാതെ പഴയ അവൻ്റെ അന്നത്തെ ബോഡിയും ഇപ്പോഴത്തെ ബോഡിയും കൂടെ എടുത്തു വെച്ച് നീ കമ്പയർ ചെയ്ത് നീ ജനങ്ങളെ ഫൂളാക്കിയിട്ടുള്ള പരിപാടി ഉണ്ടോ? അത് നിർത്തുക. 2 മാസം കൊണ്ട് നിനക്ക് ചലഞ്ച് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ആ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം ചെയ്താൽ മതി നാച്ചുറലായിട്ട്. എന്നിട്ട് അതിൻ്റെ ബ്ലഡ് ടെസ്റ്റും കൂടെ നീ റിപ്പോർട്ടും കൂടെ കാണിക്കണം. നീ ചലഞ്ച് ഏറ്റെടുക്കുന്നതിന് മുമ്പേ അവൻ്റെ സൽമാൻ്റെ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കാണിക്കണം. അത് കഴിഞ്ഞിട്ടും നീ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കാണിക്കണം.
ക്രിയാറ്റിൻ ലെവൽ ഉൾപ്പെടെ എല്ലാം നീ കാണിച്ചേ പറ്റൂ. അപ്പം അങ്ങനെ നീ റെഡി ആണെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ട് നീ 2 മാസം കൊണ്ട് ചലഞ്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ നീ അന്ന് അരുണുമായിട്ടല്ലേ ചലഞ്ച് ഏറ്റെടുത്തത്. ഇപ്പം ഞാൻ പറയുന്നുണ്ട് ഈ വീഡിയോ തുടങ്ങുന്ന അന്ന് തൊട്ട് നിനക്ക് ഞാൻ സമയം തരാം. പക്ഷെ ഇതെല്ലാം കാണിച്ചിട്ട് നീ ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് കാണിക്കാം. ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും ട്രോഫിയും കാണിക്കാം. നിന്നെപ്പോലൊരു മരപ്പാഴിന് പറഞ്ഞെന്ന് കേട്ടിട്ട് ഞാൻ കൊണ്ട് കാണിക്കത്തില്ല. മനസ്സിലായോ? ഞാനിപ്പോൾ പറഞ്ഞ ചലഞ്ച് നിനക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ, അരുണല്ല ഞാൻ, അത് നീ മനസ്സിലാക്കിയോ? അരുണല്ല, ഇതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാം കാണിച്ചിട്ട് ചലഞ്ചിൻ്റെ ഓരോ ദിവസത്തെ വീഡിയോ, നീ വർക്കൗട്ടിൻ്റെ വീഡിയോ ഇട്ട് എന്തൊക്കെ ഫുഡ് കൊടുക്കുന്ന അതെല്ലാം വെച്ചിട്ട് നീ ചലഞ്ച് ചെയ്യണം. അതാണ് അന്തസ്. അല്ലാതെ ഡേ 4 ഡേ 7 കഴിഞ്ഞാൽ പിന്നെ ചലഞ്ച് ഇല്ല. ചലഞ്ച് കഴിഞ്ഞ് ഡേ 7 വരെ ഉള്ളായിരുന്നു ചലഞ്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡിയാണ് കാണിക്കുന്നത്. അവൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത അവൻ്റെ ബോഡിയാണ് പിന്നെ ഇവൻ കൊണ്ട് ക്രെഡിറ്റ് എടുക്കാൻ കാണിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഞാനൊരു അടുത്തൊരു ചലഞ്ചും കൂടെ വയ്ക്കുവാണ്. അടുത്ത ഇതിൽ നിനക്ക് ലൈവ് സ്ട്രീമിങ് ചെയ്യാൻ പറ്റുമോ? ലൈവ് സ്ട്രീമിങ്. ഞാൻ ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ടും ഫിറ്റ്നസിനെ പറ്റിയിട്ടും നിനക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും എന്നോട് ചോദിക്കാം, ഞാൻ ഉത്തരം പറയും. അത് ആൾക്കാരും കൂടെ കാണണം. ലൈവ് സ്ട്രീമിങ് യൂട്യൂബിൽ ലൈവ് ഉണ്ടല്ലോ, അത് മതി. യൂട്യൂബിൽ ലൈവ് ഉണ്ടല്ലോ, ലൈവ് സ്ട്രീമായിട്ട് നിനക്ക് നിന്റെ സൗകര്യം അവിടുത്തെ സമയം അനുസരിച്ച് നീ പറഞ്ഞാൽ മതി. ഞാൻ വരാം, ഞാൻ വന്നിരുന്ന് സ്ട്രീം ചെയ്യാം. നീ ഫിറ്റ്നസിനെ പറ്റിയിട്ടും ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ടും ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. ഞാനും അതുപോലെ ഫിറ്റ്നസിനെ പറ്റിയിട്ടും ബോഡി ബിൽഡിങ്ങിനെ പറ്റിയിട്ടും കോഴ്സിനെ പറ്റിയിട്ടും മെഡിസിനെ പറ്റിയിട്ടും എല്ലാം എന്തൊക്കെ സംബന്ധമായിട്ടുണ്ടോ അതിനെ പറ്റിയിട്ടെല്ലാം ചോദ്യം ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നീ പറഞ്ഞില്ലെങ്കിൽ നീ അന്ന് ഈ പരിപാടി യൂട്യൂബ് എന്നൊരു പരിപാടി നീ നിർത്തിക്കണം. പിന്നെ ഇങ്ങോട്ട് വന്നേക്കില്ല. അതേപോലെ ഞാൻ അന്ന് സ്റ്റോപ്പ് ചെയ്യും എൻ്റെ ഈ ചാനൽ. പിന്നെ ഞാൻ ഈ ഒരു ചാനലിന് വീഡിയോ എടുത്തില്ല. നിനക്ക് ധൈര്യം ഉണ്ടോ? ഗട്ട്സ് ഉണ്ടോ? ധൈര്യം ഉണ്ടോ? വാടാ, ഡിബേറ്റ് ചെയ്യടാ. ലൈവായിട്ട് ഡിബേറ്റ് ചെയ്യാം. ഞാൻ ചോദിക്കുന്ന ഫിറ്റ്നസും ബോഡി ബിൽഡിങ്ങിനെ പറ്റി ചോദിക്കുന്ന ചോദ്യം നീ പറഞ്ഞല്ലോ, നീ വലിയ പ്രൊഫഷണൽ ട്രെയിനറാണെന്ന്, വലിയ സംഭവമാണെന്ന്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കടാ, ലൈവായിട്ട് കാണിക്കാം. ഞാൻ സാധനം എടുത്തു വെച്ചിട്ട് എൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ലൈവായിട്ട് നിന്നെ കാണിക്കാം. അതുപോലെ നീയും ഒരു ചോദ്യമില്ലാതെ എല്ലാത്തിനും ഉത്തരം പറയണം. ഉത്തരം പറഞ്ഞ് അന്ന് നിർത്തിക്കണം ഈ പരിപാടി. ഓക്കെ, ഞാനിത് വീഡിയോ കാണുന്ന ആൾക്കാരോട് പറഞ്ഞ ചലഞ്ചിന് ഞാൻ തയ്യാറാണ്. ഈ ചലഞ്ചിന് ലൈവ് സ്ട്രീം ഡിബേറ്റിന് ഞാൻ തയ്യാറാണ്. നിനക്ക് ധൈര്യം ഉണ്ടാവാടാ, നീ എന്നിട്ട് സംസാരിക്കുക. ഓക്കെ, ഇനി നീ എന്നെ കുറേ രണ്ട് വീഡിയോയിൽ എന്നെ വളരെ മോശമായിട്ട് സംസാരിച്ചല്ലോ, കമൻ്റ് ഇടുകയൊക്കെ ചെയ്യുന്നു, ഞാൻ ഫ്രോഡാണ്, അതാണ് ഇതാണെന്ന് വായി വരുന്നതൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, എന്തായാലും നിൻ്റെ അത്രയും സംസ്കാരം ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, നിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരാളുണ്ട്, അയാൾ മറുപടി തരും. നീ അന്ന് എന്നെ അതും ഊളയെന്നോ കീളയെന്നോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നീ പറഞ്ഞല്ലോ, അതിനുള്ള മറുപടി ഇയാൾ തരും കേട്ടോ. അയാൾക്ക് നിൻ്റെ അതേ ലെവലിൽ നിൽക്കുന്ന അയാളാണ് ആൾ. അപ്പോൾ അയാൾ തരും. ഞാൻ എന്തായാലും അതിന് തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ മോളെ, മറുപടി കൊടുത്തു. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമുറ നാറി. നീ ഷണ്ടനാടാ, ഷണ്ടൻ, പരമ ചെറ്റ ഷണ്ടൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം സീ യു.